സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. എനിക്കതൊരു ചാലഞ്ച് തന്നെയാണ്. കാരണം മലയാള സിനിമയിലും ഉണ്ടായിട്ടില്ല ഈ ഒരു ന്യൂഡായിട്ടുള്ളൊരു ലൈംഗിക ബന്ധം ഉണ്ടായിട്ടില്ല. വളരെ ഓതന്റിക് ആയിട്ട് സംഭവിക്കുന്നൊരു കാര്യം നമ്മൾ ആക്ടിങ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഗേൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 പെൺകുട്ടികളുടെ അല്ലെങ്കിൽ യുവതികളുടെ കഥയാണ്. നമ്മൾ സെക്സ് നടക്കുന്നുണ്ട്, ന്യൂഡാണ് പക്ഷെ അത് വൾഗറല്ല. ഈ അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ ഫുൾ ന്യൂഡായിട്ട് ഇങ്ങനെ നിൽക്കണം ദ ഹോൾ ഡേ. എത്രയോ കൊമേഴ്സ് സിനിമയിൽ ഒരു നായകൻ ഒരു ഇടിയടിക്കുമ്പോഴേക്കും 5-6 പേര് പോകുന്നു. അതിനൊന്നും ആൾക്കാർക്ക് ഒരു പ്രശ്നം തോന്നുന്നില്ല. ത്രൈണതയുള്ള ശരീരത്തെ കാണുമ്പോൾ അവർക്ക് എപ്പോഴും അത് കീഴ്പ്പെടുത്താനും അതിൻ്റെ മേലൊരു അധികാരം എപ്പോഴും കാണിക്കാൻ ഒരു നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ സദാചാരം പറയുന്ന ആൾക്കാരാണ് റേപ്പിസ്റ്റുകളൊക്കെ ആവുന്നത്. കേരളത്തിൻ്റെ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൽ ശ്രദ്ധേയമാകുന്ന ഗേൾ ഫ്രണ്ട്സ് എന്ന സിനിമയുടെ സംവിധായിക ശോഭന പടിഞ്ഞാറ്റിലും അതിൽ മുഖ്യ കഥാപാത്രങ്ങളിലൊന്നിനെ അവതരിപ്പിച്ച റോസ ഫെലീസിയയുമാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശോഭന. നമസ്കാരം റോസ. ഗേൾ ഫ്രണ്ട്സ് റിയൽ സ്റ്റോറിയാണോ? അല്ല, അതിലെ പല കഥാപാത്രങ്ങളും ഞാൻ മനസ്സിലാക്കിയിടത്തോളം സ്വന്തം പേരിലും ഒക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. സ്വന്തം പേരിലേ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാവുന്ന കഥാപാത്രങ്ങളാണ്. അപ്പോൾ ഇതിലെ അഭിനയിച്ച നടിമാർക്കും അതിലെല്ലാം ഒരു പങ്കുണ്ട്. ഈ കഥയിലെ ഒരു കഥാപാത്രം ഡെവലപ്പ് ചെയ്യുന്നതിന് ആ ആർട്ടിസ്റ്റുകൾക്ക് നല്ല പങ്കുണ്ട്. ആ തരത്തിൽ അവരുടെ അനുഭവങ്ങളെ വെച്ചിട്ട് ഡയലോഗിലായാലും അങ്ങനെ ഒരു കൊളാബറേഷൻ പോലെയാണ് അത് വന്നത്. കഥാപാത്രങ്ങളുടെ ജീവിതാംശങ്ങളുണ്ട്. കഥാപാത്രങ്ങളുടെ ജീവിതാംശങ്ങൾ വളരെ കോമൺ ആണത്. അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. റോസ, എനിക്ക് തോന്നുന്നു റോസ എന്നുള്ള പേരിൽ തന്നെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അതെ, അത് റോസയ്ക്ക് ആ സിനിമയിൽ ഒരുപാട് പേരുകളും ഉണ്ട്. അത് ശരിക്കും ജീവിതത്തിലും അങ്ങനെ പേരുകളുണ്ടോ? കുറേ പേരുകളുണ്ട്. അതെന്താ അങ്ങനെ? എനിക്കിഷ്ടമാണ് ഞാൻ പേരുകൾ മാറ്റി മാറ്റി. അതെ അതെ. എനിക്ക് തോന്നുന്നു അരുണിമ എന്ന ഈ സിനിമയിൽ ഒരു പേരുണ്ട്. അതാണ് ഇതിലെ ഒഫീഷ്യൽ നെയിം. റോസ പെറ്റ് നെയിമാണ്. റോസ പെറ്റ് നെയിമാണ്. അത് ശരി. എന്താണ് ശരിക്കും ഗേൾ ഫ്രണ്ട്സ് മുന്നോട്ട് വയ്ക്കുന്ന പ്രമേയം? ഗേൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ സൗഹൃദം, അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ കാലത്തെ ഏറ്റവും കൂടുതൽ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇൻക്ലൂസീവായിട്ടുള്ള സൊസൈറ്റിയും അതിൻ്റെ ഒരു സങ്കല്പമുണ്ട്. അപ്പോൾ അത് നമ്മുടെ സിനിമകളിലെല്ലാം വളരെയധികം തെറ്റായിട്ടുള്ള രീതിയിലൊക്കെയാണ് സ്ത്രീകളുടെ ഇപ്പോൾ ട്രാൻസ് വ്യക്തിത്വങ്ങളെയൊക്കെ വിലയിരുത്താറുള്ളത്. അപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പുകളിലുള്ള അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇപ്പോൾ ഏതോ രീതിയിൽ സമരം ചെയ്ത് അല്ലെങ്കിൽ ഒരു മോഡൽ എപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മോഡലുകളെ ബ്രേക്ക് ചെയ്തുകൊണ്ട് സ്റ്റീരിയോ ടൈപ്പ് ചെയ്യാത്ത രീതിയിലുള്ള ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അപ്പോൾ അതിനെ കുറച്ച് റിയലായിട്ട്, അത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഒന്നുമല്ല, എടുത്തിട്ടുള്ള രീതിയിലുള്ള ഒരു 5 പെൺകുട്ടികളുടെ അല്ലെങ്കിൽ യുവതികളുടെ കഥയാണ്. തിരുവനന്തപുരം നഗരത്തിൽ ജീവിക്കുന്ന 5 വളരെ കൂട്ടായിട്ടുള്ള സ്ത്രീകൾ. ഈ 5 പേരുടെയും ജീവിതവും അതുപോലെ തന്നെ അവരുടെ പ്രണയം, അവരുടെ ലൈംഗിക ആഭിമുഖ്യം അതെല്ലാം വളരെ വ്യത്യാസമാണ്. അപ്പോൾ ഈ ലൈംഗികമായിട്ടുള്ള ആഭിമുഖ്യങ്ങളെ നമ്മൾ പലപ്പോഴും തെറ്റായിട്ടൊക്കെയാണ് വ്യാഖ്യാനിക്കാറുള്ളത്. ഇപ്പോൾ ട്രാൻസ് ആയിട്ടുള്ള വ്യക്തികളെ അംഗീകരിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ. ഇതിനു മുന്നുള്ള കാലത്ത് ഒരു ട്രാൻസ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ എന്തോ തെറ്റ് ചെയ്തപ്പോൾ നമുക്കറിയാമല്ലോ, പല സിനിമകളിൽ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഉദാഹരണമായിട്ട് റോസ എന്നെയും കൂടെ കണ്ടപ്പോൾ ഒരു ഹോമിൽ വർക്ക് ചെയ്യുന്നൊരു സെക്രട്ടേറിയറ്റിലൊരു ഉദ്യോഗസ്ഥ വളരെ ഷോക്കായി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്ത് രീതിയിലാണെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവരൊന്ന് ആലോചിക്കണം, ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അവർ പോലും ഈ ട്രാൻസ് വ്യക്തികളെ ക്രിമിനലുകളൊക്കെ ആയിട്ടാണ് കാണുന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനത്തെ പോലീസിലൊക്കെ ഉള്ളൊരു കൺസെപ്റ്റ് അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഈ നമ്മൾ എത്രയോ ഇൻസിഡൻ്റ് ഉണ്ട്.
അപ്പോൾ ഞാനൊരു ക്യാരക്ടർ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഷോർട്ട് മൂവി ആയിട്ടാണ് ഞാൻ തുടങ്ങിയത്. അതെ അതെ, കാരണം അല്ലാതെ എനിക്കൊരു ധൈര്യം ഉണ്ടാവില്ലല്ലോ. ഒരു സിനിമയെ പറ്റിയ ഒരു പരിചയമില്ല, എങ്ങനെ എടുക്കാമെന്നറിയില്ല. അതിൻ്റെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുൻപരിചയങ്ങളില്ലാതെ ഒരു ഷോർട്ട് ഫിലിം പിടിച്ച് സിനിമ പഠിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ സിനിമ പഠിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അതെ അതെ, ഞാൻ ഈ സിനിമയുടെ പ്രിവ്യൂ കണ്ടിരുന്നു. അന്നേരം അതിൻ്റെ അകത്ത് പക്ഷേ ഒരു വളരെ പരിചയസമ്പന്നയായ നല്ല ക്രാഫ്റ്റിനുടമയായിട്ടുള്ള ഒരു സംവിധായികയാണ് അത് കാണാൻ കഴിഞ്ഞത്. ഇതെങ്ങനെ പഠിച്ചെടുത്തു? ഒരാളിൻ്റെ കൂടെ പഠിക്കാൻ പോയില്ല, ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ചില്ല. അതൊരു പാഷനാണ്. കാരണം ഇപ്പോൾ ഞാൻ എല്ലാ തരത്തിലുള്ള സിനിമകളും കാണും. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഒരു സിനിമാ തിയേറ്റർ ഉണ്ട്, കേരള ടാക്കീസ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴതില്ല. അപ്പോൾ ഞങ്ങളെല്ലാ ആഴ്ചയിലും സിനിമ കാണും. ആ നാട്ടിലെ എല്ലാവരും സിനിമ കാണും. പക്ഷേ ആ സിനിമകളൊന്നും തന്നെ അധികം സ്വാധീനിച്ചിട്ടില്ല. പക്ഷേ കോളേജിൽ വന്ന് നമ്മൾ ക്ലാസിക് മൂവികൾ, ഫ്രഞ്ച് നവതരംഗ സിനിമകൾ, ഗൊദാർദ്, മൈക്കൽ ആഞ്ചലോ ആൻ്റോണിയോണി, അപ്പോൾ അതുവരെ ഞാൻ വളരെ നന്നായി വായിക്കുമായിരുന്നു. എല്ലാ ലോക ക്ലാസിക്കുകളും എല്ലാ പുസ്തകങ്ങളും. താല്പര്യമാണോ ലൈബ്രറി സയൻസ് എടുക്കാൻ? അല്ല. അതിനിടെ പറയട്ടെ പ്രേക്ഷകരോട്, ശോഭന തിരുവനന്തപുരം സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയിലെ ചീഫ് ലൈബ്രറിയനാണ്, പബ്ലിക് ലൈബ്രറി എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. അതിന് അത് വായനയ്ക്ക് അതും ഒരു സഹായമായോ? ഇല്ല, വായന ലൈബ്രറിയൻഷിപ്പും ആയ കാരണം കൊണ്ട് തന്നെ വായന ജീവിതത്തിൽ എല്ലായ്പ്പോഴും സഹായിച്ചിട്ടുണ്ട്. വായന എന്ന് പറഞ്ഞത് തന്നെയാണ് എന്നെ സിനിമയിലേക്കും എത്തിച്ചത്. നമ്മൾ വായനയിലൂടെയാണ് നമുക്കൊരു നമ്മുടെ കലാഭിരുചി ഉണ്ടായത്. ശരിക്കും സിനിമ കണ്ട് സ്വയം ആസ്വദിച്ച് പഠിച്ചു വളർന്നു. അതെ അതെ, സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ആരെ കോണ്ടാക്ട് ചെയ്യണം, ഏത് തരത്തിലുണ്ടാവും എന്നറിയില്ല. അപ്പോൾ പിന്നെ അതിനെപ്പറ്റി ആലോചിക്കാൻ പോലും അറിയില്ല. നമ്മൾ സ്വന്തമായിട്ട് എടുക്കാനല്ല, അസോസിയേറ്റ് ആവാൻ പോലും ഉള്ള ആരെ കോണ്ടാക്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ അറിയില്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു ജീവിക്കാൻ വേണ്ടി എന്തായാലും ജോലി നേടി നമുക്കതിന് പരിശ്രമിക്കാം. പക്ഷേ അത് 10-25 വർഷം ജോലി ചെയ്തിട്ടും ആ തരത്തിലാവാത്ത കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ഷോർട്ട് മൂവി എടുക്കുക. അങ്ങനെ ഇറങ്ങി. ആ ഷോർട്ട് മൂവിയുടെ പേര് അത് സാരോപദേശ കഥ എന്നായിരുന്നു. അപ്പോൾ പിന്നെ അതിലെ ക്യാരക്ടർ വെച്ച് ഞാൻ, അപ്പോൾ ഈ അതിലൊരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് റോസ. അപ്പോൾ റോസ എന്നെ വെച്ച് ആകുമ്പോൾ റോസയുടെ ട്രാൻസ് വിഷയം തന്നെയാണ് അതിലെ റോസയുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ അപ്പോൾ റോസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിനിമയിലേക്ക് എടുത്തു. ഒരു പ്രത്യേക രീതിയിലാണ് റോസയുടെ ക്യാരക്ടർ സിനിമയിലുള്ളത്. അതായത് ഒരു റിലേഷൻഷിപ്പ് കൗൺസിലറാണ്. അത് ഞാൻ മുമ്പേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഒരു സിനിമ ചെയ്യും. അതായത് ആൾക്കാർ ഒരു തമാശ സിനിമ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ളൊരു രീതിയിൽ പ്രണയവും പ്രണയഭംഗങ്ങളും വരുമ്പോൾ അത് കൗൺസിൽ ചെയ്തിട്ട് അതിങ്ങനെ ചെയ്യാം, അങ്ങനെയുള്ള രീതിയിൽ. അപ്പോൾ റോസ അങ്ങനത്തെ ഒരു റോളാണ് ഇതിലുള്ളത്. വളരെ ഇന്റലിജന്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതെ അതെ അതെ. ഈ സിനിമയിൽ ഇപ്പോൾ റോസയുടെ കാര്യം പറയുമ്പോൾ ഈ ശോഭന പറഞ്ഞ ഒരു വാക്ക്, ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിനെ ക്രിമിനലുകളെ പോലെ കാണുന്നു എന്നുള്ളൊരിത്. കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ട്രാൻസ്ജെൻഡർ നിയമം വന്നത്. ഇപ്പോഴും അവസ്ഥയ്ക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല, വലിയ മാറ്റങ്ങളൊന്നും എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലും വലിയ മാറ്റമൊന്നും തോന്നിയിട്ടില്ല. മാറ്റം രണ്ട് തരത്തിലാണ് ഞാൻ നോക്കിക്കാണുന്നത്. ഒന്ന്, ഒരു 10 വർഷം മുന്നേ നമുക്ക് ഈ ട്രാൻസ് എന്ന് പറയുന്ന വാക്ക് ആൾക്കാർ യൂസ് ചെയ്യില്ലായിരുന്നു. അന്ന് പകരം വളരെ ഡെറിഗേറ്റഡ് ആയിട്ടുള്ള ടേംസ് യൂസ് ചെയ്തിട്ട് ആൾക്കാർ നമ്മളെ വിളിച്ചിരുന്നു. പുറത്തൊക്കെ പോകുമ്പോൾ ഈവൻ പോലീസ് ആൾക്കാരാണെങ്കിലും അങ്ങനെ അവർ 9 എന്ന് വിളിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ചാന്തുപൊട്ട്. എനിക്ക് സ്ഥിരം കേൾക്കുന്ന പേരാ ചാന്തുപൊട്ട്, ആ സിനിമ ഇറങ്ങിയതിന് ശേഷമുള്ള. അവിടെ നിന്ന് ഒരു മാറ്റം ഈ ഒരു 10 വർഷത്തിൻ്റെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട്. ചെറിയ തോതിൽ ആൾക്കാർ ഇപ്പോൾ നമുക്കൊരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ രേഖകളൊക്കെ മാറ്റാനുള്ള ഒരു നിയമം 2020 സെപ്റ്റംബറിൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്, ട്രാൻസ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ പോളിസി ഫസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തത് കേരള സർക്കാരാണ്, ഫോളോവിങ് ദ നൽസ ജഡ്ജ്മെൻറ്റ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇവർ ഈ പോളിസി ഉണ്ടാക്കുന്നത്. പക്ഷേ പോളിസിയിൽ നമുക്ക് ഒരു മനുഷ്യന് ഡിഗ്നിറ്റി കൊണ്ടുവരുന്നത് അയാൾക്കൊരു പ്രോപ്പർ ഒരു ജോലി ഉള്ളപ്പോഴാണ്, ഒരു പ്രോപ്പർ ജോലി, പ്രോപ്പർ എഡ്യൂക്കേഷൻ, ഫ്രഷ് എയർ, വാട്ടറൊക്കെ കിട്ടുമ്പോഴാണ്. അങ്ങനെ ഒരു കാര്യം ഇല്ല. ഈ ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ ട്രാൻസ് വുമൺ ആയിട്ടുള്ള ആൾക്കാരെ സെക്ഷൽ ഒബ്ജക്റ്റ് ആയിട്ടാണോ പൊതുവെ സമൂഹം കാണുന്നത്? തീർച്ചയായും. ഇപ്പോഴും ഇങ്ങനത്തെ ഒരു ഹെറ്ററോജിനസ് സൊസൈറ്റിയിൽ അങ്ങനത്തെ ഒരു ചേഞ്ച് ഇപ്പോഴും സംഭവിച്ചിട്ടില്ല. കാരണം പല വിവാഹങ്ങളൊക്കെ നടക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. പക്ഷെ ഇപ്പോഴും ഈ
ഇവർ ഈ ലിബറൽസ് പറയുന്ന ഒരു ടേമുണ്ട്, നിങ്ങൾ മനുഷ്യരാണ്, നിങ്ങളെയും ചേർത്ത് പിടിക്കുന്നു. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോഴും അവർ നിങ്ങൾ നമ്മളെന്ന് പറയുന്ന ഒരു ബൈനറിയിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. നമ്മളായിട്ടില്ല. ഇപ്പോഴും നിങ്ങൾ ഞങ്ങൾ നമ്മളാവണം. അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ട്രാൻസും സെസ്സും ആയിട്ടുള്ള ഒരു ഡയലോഗ്സ് ഉണ്ടാവണം. ഒരിക്കലും ട്രാൻസിന് സിസ് ആവാൻ പറ്റില്ല, സിസ്സിന് ട്രാൻസും ആവാൻ പറ്റില്ല. സിസ് എന്ന് പറയുന്നത് ഞാൻ ആ ഒരു പൊളിറ്റിക്കൽ ടേം യൂസ് ചെയ്തെന്നുള്ളൂ പറയാൻ വേണ്ടിയിട്ട്. നമ്മളെപ്പോഴും ഈ നമ്മളെന്ന് പറയുന്ന ഒരു കാര്യത്തിലെത്തുമ്പോഴാണ് നമുക്ക് ആ വിഷയത്തെ സോൾവ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഈ അബ്ബാസ് കൈരസ്താമിയുടെ സിനിമയിൽ ടേസ്റ്റ് ഓഫ് ചെറി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ ഈ സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന ഒരാളുടെ സ്റ്റോറിയാണ്. അപ്പോൾ അതിൽ ഇയാൾ ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ ഇയാൾ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇയാൾ പറയുന്നത് എനിക്കത് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റും, കാരണം നിങ്ങൾ പറഞ്ഞാലേ എനിക്ക് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഡയലോഗ് ഇവിടെ ഉണ്ടാവുന്നില്ല ഈ ട്രാൻസിൻ്റെ വിഷയം. ജീവിതത്തിൽ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് വളരെ മോശം എക്സ്പീരിയൻസ് എൻ്റെ ചൈൽഡ്ഹുഡിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു 14 വയസ്സുള്ളപ്പോൾ ഒരു 14ഓളം ആൾക്കാർ, ആ സമയത്ത് തന്നെ ഒരു 10-11 വയസ്സ് മുതൽ തന്നെ എനിക്ക് എൻ്റെ ശരീരത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയായിരുന്നു. അപ്പോൾ സംസാരത്തിലാണെങ്കിലും ഓക്കെ. അപ്പോൾ എപ്പോഴും ഈ ആൾക്കാർ, എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ, എൻ്റെ കസിൻസ് ആണെങ്കിലും ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും, നീ ആണിനെ പോലെ നടക്കുക, ആണിനെ പോലെ സംസാരിക്കുക, എന്താണ് നീ ഇങ്ങനെ പെണ്ണൻ, അങ്ങനെയൊക്കെ. പെണ്ണാളൻ ട്രിവാൻഡ്രത്തെ ഒരു കൊളോക്കിയൽ സ്ലാങ്ങാണ്. ഇങ്ങനെയൊക്കെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ എനിക്കത് മനസ്സിലായിട്ടില്ല, കാരണം ഇവരെന്താ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ ആ ഒരു പ്രായത്തിലല്ലല്ലോ, നമ്മൾ തിരിച്ചറിഞ്ഞ് വരുന്നൊരു പ്രായമാണ്. അപ്പോൾ 14 വയസ്സിൽ ഞാൻ ഭയങ്കര ക്രിക്കറ്റ് ഫാനായിരുന്നു ആ സമയത്ത്. ഭയങ്കരമായിട്ട് ക്രിക്കറ്റ് കാണും, കളിക്കാൻ പോകും. അപ്പോൾ ഞാനാണ് എല്ലാവരും ഇങ്ങനെ കോർഡിനേറ്റ് ഒക്കെ ചെയ്ത് ഗ്രൗണ്ടിലൊക്കെ കൊണ്ട് ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നത്. റോസയുടെ പേര് ശ്രീകാന്ത് എന്നായിരുന്നു. ശ്രീകുമാർ എന്നായിരുന്നു. അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന പേരാ ശ്രീകാന്ത്, വീട്ടിൽ വിളിക്കും. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരാൾ എന്നെ നിരന്തരം ടോർച്ചർ ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. ഇയാൾ എന്നെ നീ ഇന്ന് ആണാണോ പെണ്ണാണോ എന്ന് കണ്ടുപിടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ എന്നെ സെക്ഷലി അന്ന് അബ്യൂസ് ചെയ്തു. ഇത് കണ്ടിട്ട് ഈ ബാക്കി ഒറ്റ മനുഷ്യരെ ഇടപെട്ടിട്ടില്ല, ഇവരത് പ്രോത്സാഹിപ്പിക്കുന്നതല്ലാതെ. അപ്പോൾ അങ്ങനത്തെ ഒരു മോബ് വയലൻറ്റ് കൾച്ചറാണ് നമ്മൾ ഫോളോ ചെയ്തു ട്രാൻസിൻ്റെ മേൽ. അത് ട്രാൻസ് എന്നല്ല ഞാൻ കരുതുന്നത്. ഞാനൊരു വിചാരിക്കുന്നത്, ഒരു സ്ത്രൈണതയുള്ള ശരീരത്തെ കാണുമ്പോൾ അവർക്ക് എപ്പോഴും അത് കീഴ്പ്പെടുത്താനും അതിൻ്റെ മേലൊരു അധികാരം എപ്പോഴും കാണിക്കാൻ അത് ഈ പുരുഷ കേന്ദ്രീകൃത ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ആ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഒടുവിൽ ഇറങ്ങേണ്ടി വന്ന അവസാനം. വീട്ടിൽ നിന്ന് ഞാൻ കുറേ സംസാരിച്ചു അമ്മയോടും ഒക്കെ. അച്ഛൻ അങ്ങനെ ഒരു കാര്യത്തിൽ ഇടപെടാറൊന്നുമില്ല, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ്. അമ്മയാണ് എല്ലാ കാര്യത്തിലും നമ്മളോട് സംസാരിക്കുന്ന, കമ്മ്യൂണിക്കേഷൻ, പിന്നെ പ്രൊട്ടക്റ്റീവാണ് ഭയങ്കര. അമ്മ നല്ല സപ്പോർട്ടിങ് ആണ്. അന്നും ഇന്നും എനിക്ക് ഭയങ്കര പ്രൊട്ടക്റ്റീവായിട്ട് അമ്മ തന്നെ നിന്ന്. പക്ഷേ അവരും വളരെ സാധാരണക്കാരാണ്. അപ്പോൾ അവർ ഈ ഫേസ് ചെയ്യുന്ന ഈ നാട്ടുകാരെയും കസിൻസിനൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വീട്ടുകാർക്കും ഫേസ് ചെയ്യേണ്ടി വന്നു. ഞാനത് മനസ്സിലാക്കുന്നു, കാരണം ഞാൻ അവരെ ഒരിക്കലും കുറ്റം പറയില്ല. എനിക്ക് ഒന്നും പറയാനില്ല. എൻ്റെ വീട്ടുകാർ അത്രയും നല്ല വീട്ടുകാരാണ്. ഇപ്പോൾ ഞാൻ അവരെ കൂടെയാണ് താമസിക്കുന്നത്. അവർക്ക് മനസ്സിലായി. ഒരിക്കൽ എൻ്റെ അമ്മ ഒരു കാര്യം പറഞ്ഞു, പണ്ട് ഇവന് എന്നെ ഇപ്പോഴും ഇവൻ ചില സമയത്ത് ഇവളെന്ന് വിളിക്കും, ചില സമയത്ത് റോസാന്ന് വിളിക്കും, ചില സമയത്ത് എടാന്ന് വിളിക്കും. എനിക്ക് അതൊന്നും പ്രശ്നമല്ല കേട്ടോ. അപ്പം അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴാണ് നിൻ്റെ ലൈഫിൽ കുറച്ച് സന്തോഷം, നീ സന്തോഷത്തോടെ പല കാര്യങ്ങളും ചെയ്യുന്നത്, നിനക്ക് ഇഷ്ടത്തോടെ. അതെനിക്കും എൻ്റെ ലൈഫിൽ വലിയൊരു ചേഞ്ചാണ്. കാരണം പണ്ട് എനിക്കൊരു ഡിസൈറബിൾ ആയിട്ടുള്ളൊരു ലൈഫല്ലായിരുന്നു, ഡിസൈറബിലിറ്റി ഇല്ലായിരുന്നു, എനിക്ക് ആഗ്രഹങ്ങളില്ലായിരുന്നു. ഇപ്പോൾ എൻ്റെ ഡ്രീം ലൈഫാണ് ഞാൻ ജീവിക്കണേ. എനിക്ക് വളരെ സന്തോഷം. പുറത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ജോലി കിട്ടാത്ത പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും വലിയ ലൈഫിലെ ഫുള്ളസ്റ്റ് ആയിട്ടുള്ള ഒരു പീരീഡിലാണ് ജീവിക്കുന്നത്. സിനിമയിലെ കഥാപാത്രം റോസയുടെ യഥാർത്ഥ ജീവിതമായിട്ട് സാമ്യമുണ്ടോ? കുറേ കാര്യങ്ങളൊക്കെ സാമ്യമുണ്ട്. ഈ കഥാപാത്രത്തിനെ ഞാൻ കൺസീവ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ട്രാൻസ് വിഷയത്തിൽ നമുക്ക് ട്രാൻസ്ജെൻഡർ ഉണ്ടെന്നറിയാം, പക്ഷേ ഈ വിഷയത്തിൽ എനിക്ക് വലിയ കാര്യമായിട്ടുള്ള ധാരണയുണ്ടായിരുന്നില്ല. അപ്പോൾ റോസയായിട്ടുള്ളൊരു ചർച്ച ചെയ്തിട്ട് അന്ന് റോസ കടന്നു പോയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് റോസയ്ക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ സർക്കാർ ഓഫീസുകളിൽ നിരന്തരം ഇപ്പോഴും റോസ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ അതെ അതെ. അപ്പൊ ഞാൻ അതിനെ സിംബോളിക് ആയിട്ട് ചെയ്തതാണ്. അതിൽ വലിയൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പൊ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരാള്
നല്ല വിദ്യാഭ്യാസം നേടിയാൽ അവരെ അംഗീകരിക്കാനും സൊസൈറ്റി മടിക്കുന്നു അല്ലേ? അതെ അതെ. ശോഭന ആദ്യമായിട്ടാണ് ഒരു സിനിമ എടുക്കുന്നത്. പക്ഷേ ഇത് വളരെ, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ വളരെ ധീരമായ ചില പരീക്ഷണങ്ങളും ഈ സിനിമയിൽ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ചും ഈ കാലത്തെ സ്ത്രീയുടെ ലൈംഗിക വിചാരങ്ങൾ മറയില്ലാതെ ചിത്രീകരിക്കുന്നു. അതിനുള്ള ഒരു ധൈര്യം, കാരണം മലയാള സിനിമയിലൊന്നും അങ്ങനെയുള്ള രംഗങ്ങൾ കണ്ടിട്ടില്ല. ഇല്ല, അല്ല ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഭയങ്കരമായിട്ട് ഉത്തേജിപ്പിച്ചതും ഇത് ലോക ക്ലാസിക് സിനിമകളാണ്. അപ്പോൾ ഞാനെപ്പോഴും ഇപ്പോൾ എൻ്റെ ഒരു പ്രൊഡക്ഷൻ ആയ കാരണം കൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ വേറെ തരത്തിലൊരു പ്രൊഡ്യൂസറുടെ അടുത്ത് ഈ കഥ പറഞ്ഞാലോ അല്ലെങ്കിൽ വേറെ ആൾക്കാരാണെങ്കിൽ അവർ ചിലപ്പോൾ സമ്മതിക്കില്ലായിരിക്കും ഇതെങ്ങനെ ചെയ്യാൻ പാടുമോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ. ഇതെനിക്ക് ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാനൊന്നും വേറെ ആൾക്കാരില്ല, ഞാൻ തന്നെയാണല്ലോ ചെയ്യുന്നത്. സിനിമ നിർമ്മിച്ചത് ഒരു കണക്കിന് അത് വളരെ നന്നായി. അതെ അതെ അതെ, പൈസ പോയെങ്കിൽ അതെ അതെ, അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ രീതിയിൽ തന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും എൻ്റെ ഒരു മാർക്ക് എന്നുള്ള രീതിയിൽ ഞാൻ സിനിമ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്. അപ്പോൾ അത് ഈ രീതിയിൽ തന്നെ എന്തായാലും ഇത് വലിയൊരു കമേഴ്സ്യലായിട്ട് റിലീസ് ചെയ്യും അങ്ങനത്തെ ഒന്നും ഒരു ധാരണ എനിക്കില്ല. ഇത് കമേഴ്സ്യലായിട്ട് റിലീസ് ചെയ്താലും ഓടാൻ പറ്റുന്ന എല്ലാ കണ്ടന്റും ഉള്ള ചിത്രമാണ്. താങ്ക്സ്. പക്ഷേ ഞാൻ അങ്ങനത്തെ രീതിയിലല്ല, ആദ്യം ഷോർട്ട് ഫിലിം ചെയ്തു, പിന്നെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ പ്രണയം കാണിക്കുകയാണെങ്കിലും അത് ഇപ്പോൾ വിവാഹപൂർവ്വ ബന്ധങ്ങളെല്ലാം ഞാൻ വളരെ നോർമലൈസ് ചെയ്തിട്ടുണ്ട്. അത് ഇന്നത്തെ സൊസൈറ്റിയിൽ നമുക്കറിയാം അത് നോർമലായിട്ട് നടക്കുന്നതാണ് എന്നുള്ളത്. പക്ഷെ സിനിമയിൽ ആരും നമ്മളത് കാണിക്കില്ല. സിനിമയുടെ പതിവ് സങ്കല്പത്തിലെ ഡു ആൻഡ് ഡോൺസ് അതിനെ ഒന്നും നോക്കിയതേ ഇല്ല, അതിനെ ബ്രേക്ക് ചെയ്തു. അതെ അതെ അതെ. ഞാൻ ഏതാനും വർഷം മുമ്പ് കാൻസിൽ ബെസ്റ്റ് ഫിലിമിനും ബെസ്റ്റ് ആക്ടേഴ്സിനും ഒക്കെ അവാർഡ് കിട്ടിയ ബ്ലൂ ഈസ് ദ വാമസ്റ്റ് കളർ, ആ സിനിമ ഇവിടെയും ഫിലിം ഫെസ്റ്റിവലിൽ കാണിച്ചു, ഭയങ്കര തരംഗം സൃഷ്ടിച്ച സിനിമയാണ്. അതിലൊരു വളരെ ഇൻറ്റിമേറ്റ് സീനുണ്ട്, അവർ രണ്ട് ലെസ്ബിയൻ ബന്ധങ്ങളുടെയാണ്. അതിനെ അനുകരിച്ചു എന്ന് ഞാൻ പറയില്ല, അതിനെ ഓർമ്മയിൽ കൊണ്ടുവരുന്ന ഒരു സീൻ ഈ സിനിമയിലും ഉണ്ട്. അതായത് ഇപ്പോൾ റോസയും അതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്ത ഉമ എന്നുള്ള ക്യാരക്ടറായിട്ടുള്ള ലൈംഗിക ബന്ധം അത് വളരെ ഫുൾ ന്യൂഡായിട്ട് ചിത്രീകരിച്ചു. അത് സാധാരണ മലയാള സിനിമയിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ആ ഒരു രംഗം ചിത്രീകരിക്കാനുള്ള പ്രേരണ എന്താണ്? അതിന് എതിർപ്പുണ്ടായിരുന്നോ? അതിനെ എങ്ങനെയാണ് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തത്? എനിക്കൊരു ഓൾ പവർ ആയിട്ടുള്ളൊരു സംവിധായികയാണെന്ന് എനിക്ക് തോന്നണേ. എതിർക്കില്ല, ഇവർ രണ്ടുപേരും ഒന്നും എതിർക്കില്ല. പിന്നെ ഈ ആക്ടേഴ്സ് ആയിട്ട് സംവിധായകയുടെ കലാസൃഷ്ടി തന്നെയാണ്. അതെ അതെ, ഇതിൽ കൂട്ടായ്മ എന്തായാലും ഉണ്ട്. ഇപ്പോൾ ക്യാമറമാനോ ഇവരൊക്കെ ആയിട്ടുള്ള രീതിയിലുള്ള, ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ഡിസിഷനുകളിലൊക്കെയാണ് ഞാൻ ഒറ്റയ്ക്കാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഡിസൈഡ് ചെയ്ത് തന്നു. പിന്നെ ഇങ്ങനെ ഈ സിനിമയുടെ തുടക്കത്തിൽ ഷോർട്ട് മൂവി ആയിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ചില സൂചനകൾ നൽകിയിരുന്നു. ഉമ്മ ഭയങ്കര പൊസസീവാണ് റോസയുടെ കാര്യത്തിൽ. റോസനെ ആരും കാണുന്നത് ഇഷ്ടമല്ല, അത് സ്നേഹക്കൂടുതൽ കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ചില സൂചനകൾ നമ്മൾ കൊടുത്തത്, അതെന്നാൽ സൂചനകളല്ല, അത് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ അത് ചെയ്യാം എന്നുള്ള രീതിയിൽ. കാരണം ആദ്യം കളിയാക്കിയിട്ട് തന്നെ അവൾ പറയുന്നുണ്ട് ഇവിടെ ഇവൾക്ക് ഇതിനൊന്നും സമയമില്ല, വെറുതെ ചൊറിയും കത്തി ഇരിക്കുകയാണെന്ന് പറയണത് ഇവർ തമ്മിലൊരു ഈ ബന്ധത്തിൽ പെടാത്തതിൻ്റെ സാധാരണ ഭാര്യമാരൊക്കെ പറയുന്നത് പോലത്തെ ഒരു ഡയലോഗായിട്ടും നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് പിടിക്കാമെന്നുള്ളത്. അപ്പോൾ എനിക്കതൊരു ചാലഞ്ച് തന്നെയാണ്. കാരണം മലയാള സിനിമയിലും ഉണ്ടായിട്ടില്ല ഈ ഒരു ന്യൂഡായിട്ടുള്ളൊരു ലൈംഗിക ബന്ധം ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ഞാൻ ആദ്യം ചെയ്യാമെന്ന് ഇവരോട് സമ്മതിച്ചു. അപ്പോൾ ഇവർ രണ്ടുപേരും എന്താ ഞാൻ പറയണമെങ്കിൽ അത് ചെയ്യാൻ തയ്യാറാണ്. സൊസൈറ്റി എന്ത് വിചാരിക്കും, പ്രേക്ഷകർ എന്ത് വിചാരിക്കുന്നു ചിന്തിച്ചില്ല. പ്രേക്ഷകർ ഈ ഇഷ്ടപ്പെടുകയും മാറി നിന്ന് വിമർശിക്കുകയും ചെയ്യുമായിരിക്കും. പക്ഷേ എന്നാലും ഒരിക്കലും ബ്രേക്ക് ചെയ്തല്ലോ. കാരണം ഇപ്പോൾ റോസയാണെങ്കിൽ ഒരുപാട് സിനിമകളൊക്കെ കണ്ടിട്ടുള്ള ആളാണ്. രമ്യ ഒരു സിനിമാ നടിയാണ്. രമ്യയാണ് ഉമ്മയെ അവതരിപ്പിച്ചത്. അതെ അതെ, രമ്യ വത്സല ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. രമ്യയുടെ കാര്യം പറയുകയാണെങ്കിൽ രമ്യ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ട ഒരു നടിയാണ്. കാരണം ദളിതാണ്, കറുത്തതാണ്. അപ്പോൾ ഏത് സിനിമയിലാണെങ്കിലും ഒന്നെങ്കിൽ അവൾക്ക് ആദിവാസിയുടെ റോള്, അല്ലെങ്കിൽ ദളിതിൻ്റെ റോള്, അല്ലെങ്കിൽ ഈ നമ്മുടെ ആക്രി വെറുക്കുന്ന അങ്ങനത്തെ ഒരു റോളുകളിലാണ് എപ്പോഴും. അതെ അതെ അതെ. അപ്പോൾ എനിക്കത് ബ്രേക്ക് ചെയ്യണമെന്നുണ്ട്. അവളുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബോൾഡായിട്ടുള്ളതും ഈ കാര്യങ്ങളെല്ലാം ഓപ്പണായിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ് അവൾ. സിനിമയുടെ ഒരു പതിവ് ധാരയിൽ നിന്ന് മാറി. മാത്രമല്ല ഗ്ലാമറാണ് സിനിമ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, അതും ബ്രേക്ക് ചെയ്തു അല്ലേ? ഇതിൽ അഭിനയിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ പലരും അങ്ങനെ വലിയ ഗ്ലാമർ ഉള്ള ആൾക്കാരോ ഒന്നും അല്ല, അതിനും തയ്യാറായി. അതെ അതെ. അപ്പോൾ ഇത് പറയുവാണെങ്കിൽ ഇപ്പോൾ റോസ ഒരു ദളിതാണ്,
രമ്യ ഒരു ദളിതാണ്, ഞാനും ദളിതാണ്. പക്ഷേ ഈ ദളിതായിട്ടുള്ള സ്ത്രീകളൊക്കെ ആണെങ്കിൽ നമ്മളെ ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്നൊരു രീതിയുണ്ട്. അപ്പോൾ ഞാനപ്പോൾ ഇവർക്ക് റോള് കൊടുക്കുമ്പോൾ ഇവരുടെ ഡ്രസ്സാണെങ്കിലും വളരെ മോഡേണോ ആയിട്ടുള്ള രീതിയിൽ സിറ്റിയിൽ കളിക്കുന്ന ഇവർ സംസാരിക്കുന്ന രീതിയാണെങ്കിൽ അത് ഒരിക്കൽ ഇപ്പോൾ ഒരു ബീച്ച് രംഗത്തൊക്കെ നമ്മൾ സിനിമയിൽ ഇതുവരെ കണ്ടിട്ടുണ്ടാവും 2 ദളിത് സ്ത്രീകൾ ഒരു യൂറോപ്പിലൊക്കെ കിടക്കുന്നത് പോലെ. അത് ഞാനത് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ അങ്ങനെ ചെയ്തതാണ്. ആൾക്കാർ കാണട്ടെ, ഇത് നോർമലൈസ് ചെയ്യുക. നമ്മൾ ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ കാഴ്ചകളാണ് പല കാര്യത്തിനെയും നോർമലൈസ് ചെയ്യണത്. നമ്മളൊരു ദൃശ്യം അവതരിപ്പിക്കുമ്പോൾ അതാണ് ആൾക്കാർക്ക് ഇത് സാധ്യമാണ് എന്നുള്ള രീതിയിൽ മാറ്റി ചിന്തിക്കണം. അതെ അതെ അല്ലേ? ആ രംഗം അഭിനയിക്കുമ്പോൾ എങ്ങനെയായിരുന്നു? അത് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? വിമുഖത ഉണ്ടായിരുന്നോ? ഇല്ല, വിമുഖതയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡയറക്ടറോട്. അപ്പോൾ ഡയറക്ടർ എന്നെ അത് കൺവിൻസ് ചെയ്യണമെല്ലാം പറഞ്ഞു തന്നപ്പോൾ മനസ്സിലായി. കാരണം ഇത് ഓടായി പോവുക അല്ലെങ്കിൽ ഒരു ഫെറ്റിഷ് അറ്റാച്ച് ഇത് ഒരു അപ്രോച്ച് ആയി പോകും എന്നൊക്കെ ഉള്ളൊരു. പക്ഷെ അത് ആ സിനിമയുടെ ആവശ്യമുള്ളൊരു സീനായിരുന്നു. അഭിനയിക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ സീൻ അഭിനയിക്കാൻ. ഒന്നാമത്തെ കാര്യം, നമ്മൾ അന്ന് ആരും ഇല്ലായിരുന്നു. ഡയറക്ടറും ക്യാമറാമാനും അസിസ്റ്റൻറ്റ് ഡയറക്ടറും പിന്നെ ഞാനും 2 ആക്ടേഴ്സും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഈ അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ ഫുൾ ന്യൂഡായിട്ട് ഇങ്ങനെ നിൽക്കണം ദ ഹോൾ ഡേ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഉച്ച മുതൽ രാത്രി വരെ ആ സീൻ ഷൂട്ട് ചെയ്തു. കുറച്ചേ ഉള്ളൂ, കുറച്ച് സീൻസിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഫുൾ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ വിചാരിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സാണിത്. ആൾക്കാരിൽ വളരെ എന്താണ് ജൈവികമായിട്ട് വളരെ ഓതൻറ്റിക് ആയിട്ട് സംഭവിക്കുന്നൊരു കാര്യം നമ്മൾ ആക്ടിങ് ചെയ്യണത് ഭയങ്കര ബുദ്ധിമുട്ടായത്. അതാണ് ഞാനാണെങ്കിൽ എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ നീലിമ കിഷോറാണ്. അപ്പോൾ ഞാൻ നീലിമ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ ഒന്ന് ഇത് ചെയ്യാം. എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എടുക്കുമ്പോൾ എൻ്റെ ഒരു കൺഫ്യൂഷൻ മാറ്റാനായിട്ട് കൃത്യമായിട്ട് ഏതാണ്, സാധാരണ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എത്ര ഷോട്ട് വേണമെന്നുള്ളതും ഓരോ ഷോട്ടിൽ എന്താ നടക്കുന്നുള്ളത് ഞാൻ കൃത്യമായി തീരുമാനിച്ചു. അപ്പോൾ അതൊന്ന് ഉറപ്പിക്കാനായിട്ട് നമ്മൾ ചെയ്തു നോക്കി. ആദ്യത്തെ ഷോട്ട് ഇങ്ങനെയായിരിക്കണം, മറ്റേ ഷോട്ട് ഇങ്ങനെയായിരിക്കണം എന്നുള്ളത് ഞങ്ങൾ 2 പേരും തന്നെ എങ്ങനെയായിരിക്കണം കിസ് വരുമ്പോൾ ആ രീതിയിലൊക്കെ നോക്കിയിട്ട് അത് കാണിച്ചു കൊടുത്തില്ല. എനിക്ക് ഇപ്പോൾ ഇവരുടെ അടുത്ത് പറയുന്നതിന് മുമ്പ് എനിക്കൊരു ധാരണ കിട്ടാനായിട്ടാണ്. കാരണം നമ്മളപ്പോൾ ആദ്യം ഞാനിത് ചെയ്യാമെന്ന് വെച്ചാൽ ഇവരെ കൊണ്ട് ചെയ്യാൻ ഇനി ആൾക്കാർ ഇത് പ്രാക്ടീസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ കൃത്യമായിട്ട് എത്രയാണ് ഷോട്ട്, അതിലെ മൂവ്മെൻറ്റ് എന്തായിരിക്കണം എന്നുള്ളത് മുന്നേ കൂട്ടി തന്നെ തീരുമാനിച്ചിരുന്നു. അത്രയും ഷോട്ട് തന്നെ എടുത്തുള്ളൂ. പിന്നെ എനിക്ക് ഭയങ്കര ഒരു പേടിയുണ്ടായിരുന്നു. കാരണം നമ്മൾ അധികം ക്യാമറ വളരെ ഇതായിട്ട് ചെയ്യരുത്. അപ്പോൾ അങ്ങനെയുള്ള രംഗങ്ങളൊക്കെ ഞാൻ മാറ്റി. അതെ, അതായത് നമ്മൾ സെക്സ് നടക്കുന്നുണ്ട്, ന്യൂഡാണ് പക്ഷെ അത് വൾഗറല്ല, ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. അതാണ് ഞാൻ പറയുന്നത്, ഒരു സ്ത്രീ ക്യാമറ ചെയ്യുമ്പോൾ ആ ഒരു ലുക്കിന് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ബ്ലൂ വിത്ത് ദ വാമസ് കളറിൽ വളരെ ഓപ്പൺ ആണ്, അത് ഡാർക്ക് അല്ല. യഥാർത്ഥത്തിൽ ഈ ഇത്തരം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെ ആവിഷ്കരിക്കാനാണ് ശ്രമിച്ചത് അല്ലേ? ഇപ്പൊ ഈ സിനിമയിൽ തന്നെ ജാനകി ഇതിലെ മറ്റൊരു മുഖ്യ കഥാപാത്രമാണ്. എനിക്ക് തോന്നുന്നു അവരുടെ പേരും അത് തന്നെയാണെന്ന് തോന്നുന്നു. അതെ അതെ, ഈ സിനിമയിൽ ഇപ്പോൾ ക്യാരക്ടറുകൾക്കെല്ലാം ഞാൻ ഒരുപാട് ചിന്തിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് എല്ലാം എനിക്ക് ഈസി ആയിട്ട് അവരുടെ ക്യാരക്ടറിൻ്റെ പേരെടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എടുക്കുന്നതിന് മുമ്പ് അവരോട് ചോദിക്കും, ഇത് നിങ്ങളുടെ പേര് ഉപയോഗിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ അവരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കും, ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റും. ഇപ്പോൾ റോസയുടെ ഒരു സ്വഭാവം തന്നെ, ഇപ്പോൾ റോസ നേരത്തെ പറഞ്ഞല്ലോ, റോസ ലക്സംബർഗ് എന്നാണ് റോസ എന്നുള്ള പേരെടുത്തത്. അതുപോലെ തന്നെ ബ്ലൂ കളർ അതൊന്ന് ജൂലിയറ്റ് ഒരു ആക്ടറുടെ പേര്, അത് അവൾക്ക് ഇൻസ്പയർ ചെയ്യാവുന്ന അല്ലെങ്കിൽ അവൾക്ക് അട്രാക്ഷൻ തോന്നുന്ന ഒരാളുടെ പേര് അവൾ ഉപയോഗിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ആ പേരെടുക്കും. അപ്പോൾ എനിക്ക് ഞാൻ വെച്ച് കഴിഞ്ഞാൽ ആ സ്വഭാവം ഞാൻ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അവളുടെ. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് ജാനകിയുടെ പേരും. അപ്പോൾ ജാനകി എന്നുള്ളൊരു ക്യാരക്ടർ, ജാനകി ഇതേപോലെ ജാനകിയുടെ ക്യാരക്ടർ ഒരേ സമയം തന്നെ പല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നു, കളയുന്നു, പുതിയ ബന്ധത്തിൽ വരുന്നു. അതും ഈ കാലത്തെ ഒരു ചിലരുടെയൊക്കെ പ്രതീകങ്ങളാണ് അല്ലേ? ഈ കാലത്തല്ല, എനിക്ക് തോന്നുന്നു പണ്ടേ ഉള്ളത് തന്നെയാണ് നമുക്ക് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പും ഒക്കെ ഉള്ളത്. പക്ഷേ ഞാൻ ഇതിനെ പറ്റി കൂടുതൽ സെക്ഷൽ ഓറിയൻറ്റേഷനുകൾ, ഇപ്പോൾ നമ്മളൊരു ആൾ ട്രാൻസ് വുമൺ ആവണു, ട്രാൻസ് മെൻ ആവണു, ബൈസെക്ഷൽ ആവണു, അതേപോലത്തെ തന്നെ ഒരു ഓറിയൻറ്റേഷനാണ് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലാണ്. അതായത് 2-3 ആൾക്കാരായിട്ടുള്ള
ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത് ഒരാളുടെ സെക്ഷൽ ഓറിയൻറ്റേഷനാണത്. അതൊരു അയാളുടെ ഒരു മിസോജിനി എന്ന് നമ്മൾ പറഞ്ഞാലും സ്ത്രീകൾക്കാണെങ്കിൽ ആ തരത്തിലുള്ളൊരു സെക്ഷൽ ഓറിയൻറ്റേഷൻ ഉണ്ട് എന്നുള്ള രീതിയിലാണ് പഠനങ്ങളെല്ലാം പുറത്തു വരുന്നത്. ജാനകിയുടെ സീൻസിലും ജാനകിയും എക്സ്പോസ്ഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടല്ലോ. അതെ അല്ലേ? അതിനൊന്നും അവർക്കൊന്നും ഒരു മടിയില്ലായിരുന്നു. അല്ല, ഇത് നമ്മൾ മടിയെന്ന് വിചാരിക്കുന്നത് നമ്മളിതെന്താ ഇതിപ്പോൾ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ആരും ഇങ്ങനെ തെറ്റായിട്ടുള്ള രീതിയിലാണെന്ന് കരുതണില്ല. അതിനെ തെറ്റെന്ന് കാണുന്നവർക്കാണ് അതൊരു അതെ അതെ അതെ. അപ്പോൾ എനിക്കുള്ള ഈ ആക്ടേഴ്സൊക്കെ ഒരേ വേവ് ലെങ്ത് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഇത് നമ്മൾ കാര്യം പറഞ്ഞാൽ തന്നെ റോസ ഇന്റർനാഷണൽ സിനിമ അരച്ചിളക്കി കുടിച്ച പോലാണ്. അപ്പോൾ ഞങ്ങൾ എല്ലായ്പ്പോഴും ഈ സിനിമകളെ പറ്റിയിട്ടും ഇവരുടെ അപ്രീഷിയേഷനും അതുപോലെ നമ്മുടെ സിനിമകളും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. ഇപ്പം ഈ സമൂഹത്തിന്റെ ചിന്ത ഇപ്പം തന്നെ ഒരു ഉദാഹരണത്തിന് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്, അതിപ്പോൾ തിയേറ്ററുകളിൽ വന്നിരുന്നു. അന്നേരം അതിൽ ദിവ്യപ്രഭയുടെ ഒരു സീൻ അല്ലെങ്കിൽ അതിൽ ബ്രസ്റ്റൊക്കെ കാണിക്കുന്നു, അതിൻ്റെ ക്ലിപ്പിംഗ് എടുത്ത് കട്ട് ചെയ്തിട്ട് അത് പ്രചരിപ്പിക്കുക, അത് ആ സിനിമ ആവശ്യപ്പെടുന്നതാണെന്നുള്ള രീതിയിൽ ചിന്തിക്കാതിരിക്കുക. സൊസൈറ്റിക്ക് ഇപ്പോഴും ഒരു കപട മുഖമുണ്ട് അല്ലേ? എന്ത് പറയുന്നു? ഉണ്ട്. കാരണം അതായത് ഇതൊക്കെ ഈ സെക്സ് എന്ന് പറയുന്നത് തന്നെ വലിയ തെറ്റായിട്ട്, അത് തെറ്റാണ്, അത് ഒരു റൂമിൽ നടക്കേണ്ട ഒരു കാര്യം എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ഇമാജിനേഷൻ ഉണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. നമ്മൾ കുഞ്ഞിലേ മുതലേ അത് കേട്ട് വളരുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഒരാളോട് ലൈംഗികമായിട്ട് അട്രാക്ഷൻ തോന്നുന്നത് ഒക്കെ വളരെ തെറ്റായിട്ട് മാത്രം കണ്ടുവരുന്ന, അത് വിവാഹശേഷം മാത്രം ചെയ്യേണ്ട കാര്യമാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു വാർപ്പ് ഉണ്ട് ഇവിടെ നമ്മുടെ സൊസൈറ്റിയിൽ. ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ സദാചാരം പറയുന്ന ആൾക്കാരാണ് റേപ്പിസ്റ്റുകളൊക്കെ ആവുന്നത്. ശരിക്കും അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. നമ്മൾ ഈ നടികൾ ഇപ്പോൾ ആ സിനിമയിലെ ഏത് ഭാഗത്തിനേക്കാളും അവർക്ക് പ്രശ്നമാവണത് ആ ഒറ്റ സീൻ മാത്രമായിരിക്കുമെങ്കിൽ അത് അയാളുടെ പ്രശ്നമാണത്. അല്ലാതെ ആ സിനിമയുടെ അവരുടെ ഒന്നല്ല. അതിൽ എത്രയോ സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മളൊരു വിഷ്വൽ എടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഡയറക്ടറുടെ ഡിസിഷനാണ്, ഇതെങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. ഇപ്പം നമ്മളൊരു സിനിമയിൽ ഇപ്പോൾ എത്രയോ കമേഴ്സ്യൽ സിനിമയിൽ ഒരു നായകൻ ഒരു ഇടിയടിക്കുമ്പോഴേക്കും 5-6 പേര് പോകുന്നു. അതിനൊന്നും ആൾക്കാർക്ക് ഒരു പ്രശ്നം തോന്നുന്നില്ല. ഇതിങ്ങനെ നടക്കുമോ? അതെ അതെ, അതൊരു പ്രശ്നമില്ല. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ അതെന്തിനാ അത് അങ്ങനെ എടുക്കുന്നത്? അവർക്ക് ഇത് ചെയ്തുകൂടെ? അപ്പോൾ അത് സംവിധായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കൊരു, അതാണല്ലോ അയാളുടെ സിനിമ. ഏത് രീതിയിൽ ഇപ്പോൾ ഒരു ഭക്ഷണം കഴിക്കുന്നൊരു രംഗം വേണമെങ്കിൽ പാത്രം കഴുകി വെച്ചതിന് ശേഷം കാണിക്കാം, അല്ലെങ്കിൽ വിളമ്പുന്ന രംഗം കാണിക്കാം, എവിടെന്നെങ്കിലും മിഡിൽ കാണിക്കാം. എന്താണെന്നുള്ളത് ആ സംവിധായകൻ്റെ ഒരു അതാണ് സിനിമ. അതെ അതെ, ആ സിനിമയിൽ ഞാൻ എന്താണ് കാണിക്കുന്നത് എന്നുള്ളത് അവരാണ് തീരുമാനിക്കുന്നത്. അതിപ്പോൾ നമ്മൾ ഒരു ബോഡി കാണിക്കുകയാണെങ്കിൽ ഒരു സ്ത്രീ സിനിമ എടുത്ത് കാണിക്കുന്നത് പോലെ ആവില്ല പുരുഷൻ കാണിക്കുന്നത്. ഒരു ട്രാൻസ് ചെയ്യുകയാണെങ്കിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ റോസെ പോലുള്ള ഒരാളൊക്കെ ഫിലിം മേക്കർ ആയിട്ട് വരുന്ന സിനിമകൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കാം. കാരണം നമുക്കറിയാത്ത രീതിയിലായിരിക്കും. ആഗ്രഹമുണ്ട്. കാരണം ഇപ്പോൾ ഒരു ഞാൻ 10 വർഷത്തെ ഒരു ഇത് ആണ് പറയുന്നത്. ഒരു 10 വർഷം മുന്നേ ട്രാൻസിനെയൊക്കെ കാണിച്ചിരുന്ന രീതിയൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. ഇപ്പോൾ ശോഭന വരെ എത്തി നിൽക്കുന്ന ഫിലിം മേക്കേഴ്സ് ട്രാൻസിനെ പോർട്രേ ചെയ്തിരിക്കുന്ന രീതി മാറിയിട്ടുണ്ട്. അന്ന് വളരെ ഈ ഫെറ്റിഷായിട്ട് അല്ലെങ്കിൽ വളരെ ലൈംഗികത ഓവർ സെക്സ് ഡ്രൈവുള്ള ആൾക്കാരൊക്കെ ആയിട്ട് കാണിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ ശോഭനയെ പോലെയുള്ള ആൾക്കാർ എസെൻസ് അറിഞ്ഞിട്ടുള്ള സിനിമകൾ ചെയ്യുന്നുണ്ട്. അതായത് സമൂഹത്തിൽ എന്താണ്, സമൂഹത്തിൻ്റെ റിഫ്ലക്ഷൻ ആണല്ലോ ഈ സിനിമ എന്ന് പറയുന്നത്. നമ്മൾ സമൂഹത്തിൽ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെ സിനിമയിലും കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ട്രാൻസ് ആക്ടേഴ്സ് ഉണ്ട്, കുറേ ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് ട്രാൻസ് ഫിലിം മേക്കേഴ്സും വരും. എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ശോഭനയാണ് എൻ്റെ ഇൻസ്പിറേഷൻ ഇതിലൊക്കെ. കാരണം എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ സിനിമ കാണും, പക്ഷേ എനിക്ക് സിനിമയിൽ എന്താ നടക്കുന്നത്, ഈ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ നടക്കുന്നത്, ടെക്നിക്കൽ കാര്യങ്ങൾ, ആക്ടിങ്, ഇപ്പോൾ മെത്തഡ് ഓഫ് ആക്ടിങ്, അതൊക്കെ എനിക്ക് ശോഭനയെ പറഞ്ഞായിരുന്നു. എങ്ങനെയാണ്, നല്ല ഫിയർ ഉണ്ടായിരുന്നു. കാരണം എനിക്കൊന്നും അറിയില്ലല്ലോ. ഞാൻ നമ്മൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയെ പോലെയാണ്. എനിക്ക് ഒന്നും അറിയാതെ ഞാൻ ബ്ലാങ്കായിട്ട് പോയിട്ട് ചെയ്തൊരു സിനിമയാണ്. പക്ഷേ അത് സിനിമ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് ബെനിഫിറ്റ് ആണ് ഉണ്ടായിട്ടുള്ളത്. കാരണം എൻ്റെ സോഷ്യൽ ഫിയർ മാറി. ഞാൻ ആ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒതുങ്ങി അത് എക്സ്ട്രീമായി പോയിക്കൊണ്ടിരുന്ന വളരെ വൾണറബിൾ സ്റ്റേജിലാണ് ഈ സിനിമ തുടങ്ങുന്നത്. അതിനുശേഷം ഞാൻ ഈ ഫസ്റ്റ് ഒരു ദിവസം നമ്മൾ ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തിട്ട് ഞാൻ മുംബൈയിൽ പോയി. 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് എന്നെ ശോഭന വിളിച്ചിട്ട് പറഞ്ഞു,
ഞങ്ങൾ സ്ക്രിപ്റ്റ് ഫീച്ചറാക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും എൻ്റെ കിളിപോയി. ഞാൻ അന്ന് തന്നെ ഒരു ദിവസം അഭിനയിച്ച് തന്നെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ്. എന്നിട്ട് അപ്പോൾ ഞാൻ അവന് ശോഭന ഓക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞു. കാരണം എൻ്റെ ഫിയർ വേറൊന്നുമല്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ അഭിനയിക്കുമ്പോൾ ശോഭനയ്ക്ക് അതൊരു പ്രശ്നമായി മാറരുത്. കാരണം ഞാൻ കാരണം ആ സിനിമയ്ക്കൊരു ഡ്രോബാക്ക് ഉണ്ടാവരുത് എന്നുള്ളൊരു താല്പര്യം എനിക്കുണ്ടായിരുന്നു. കാരണം നമ്മളൊരു കാര്യം ചെയ്തിട്ട് അത് പിന്നെ ഫ്ലോപ്പായി പോകരുത്, ആ ഒരു ആവശ്യം എനിക്കുണ്ടായിരുന്നു. അത് കാരണോട് ഞാൻ ഒഴിഞ്ഞു മാറിപ്പോയത്. പിന്നെ എൻ്റെ വീട്ടിൽ ശോഭന വീട്ടിൽ വന്ന് നിർബന്ധിച്ച് കൊണ്ടുവന്നു. നിർബന്ധിക്കുക മീൻസ് ശോഭന എന്നെ കൺവിൻസ് ചെയ്തു, പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ ശോഭനയ്ക്ക് എന്നിൽ ട്രസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ട്രസ്റ്റ് ഇല്ലായിരുന്നു. എനിക്ക് കോൺഫിഡൻസും ട്രസ്റ്റ് ഇല്ലായിരുന്നു. അതെ, ഇത് എൻ്റെ കാര്യത്തിൽ സിനിമയിൽ ഫുൾ ക്രെഡിറ്റ് എനിക്കൊന്നൊരു വെബ് സീരീസിൽ ചെയ്തായിരുന്നു. ശോഭനയുടെ ഹസ്ബൻഡിന്റെ തന്നെ കൃഷ്ണൻ, അദ്ദേഹം ഒരു ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കറാണ്. നല്ല മികച്ച 3 സിനിമകൾ ചെയ്തപ്പോൾ പുതിയൊരു സിനിമ അല്ലേ, അതിന്റെ പേരെന്താണ്? റോക്ക്. അതും ചെയ്യുന്നു. ശോഭനയുടെ ഈ സിനിമയിൽ ബെനില എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. അത് ഒരു ആത്മാംശമുള്ള ക്യാരക്ടറാണോ? എല്ലാ ക്യാരക്ടേഴ്സും ആത്മാംശം തന്നെയാണ് പറയാം. കാരണം നമ്മൾ ആക്കുമ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ഒരു സ്ത്രീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സിനിമയിൽ വരുന്ന സ്ത്രീകളിൽ ചില സ്ത്രീകൾ ഭയങ്കര ബാലിശമായിട്ട് പെരുമാറുന്ന ചാബല്യങ്ങളുള്ളതാണ്, ചിലർ കണ്ണിങ്ങാണ്, ചിലർ അസൂയുള്ളവരാണ്, ചിലർ മറ്റുള്ളവരെ ടോർച്ചർ ചെയ്യുന്നവരുണ്ട്, ഭയങ്കര പ്യുവറായിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും സ്ത്രീ എന്ന് പറഞ്ഞ ഒരു മാലാഖ മാത്രമൊന്നുമല്ല, സ്ത്രീകൾ എല്ലാ തരത്തിലുള്ള ആൾക്കാരാണ്. അതാണ് സ്ട്രോങ്. അതെ അതെ, പല കളറുകളുള്ളവരാണ്. ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ ആണുങ്ങൾ അല്ലെങ്കിൽ പൊതുവെ ആണുങ്ങൾ ദുർബലരാണ്. അതെ, പക്ഷെ അവരാരും മോശക്കാരൊന്നുമല്ല. നമ്മളിപ്പോ ഒരു ഫ്രജൈലാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അതെൻ്റെ പേഴ്സണൽ അല്ല, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ സ്ത്രീകളുണ്ടല്ലോ, വീടുകളൊക്കെ കൺട്രോൾ ചെയ്യുന്ന സ്ത്രീകളാണ്, വീടുകൾ നോക്കുന്നത്, പിന്നെ വീട്ടിലെ ഫിനാൻസ്, ഇതൊക്കെ ഇപ്പോൾ എൻ്റെ വീട്ടിലെ ഫിനാൻസ് എല്ലാം നോക്കുന്ന അമ്മയാണ്. A to Z കാര്യങ്ങൾ നോക്കുന്ന അമ്മയാണ്. വീട്ടിലെ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം, ഈവൻ അവരെന്നിട്ട് ജോലിക്ക് പോകും. അപ്പോൾ സാധാരണ ജോലിയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്ത്രീകൾ ഭയങ്കര സ്ട്രോങ് ആണ് ആ കാര്യത്തിൽ. സ്ത്രീകളെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവർ തളച്ചിട്ടേക്കാണ്. അതിനെ ഓവർകം ചെയ്ത ആൾക്കാരാണ് ഈ ട്രാൻസ് സ്ത്രീകളെന്ന് പറയുന്നത്, ട്രാൻസ് സമൂഹം, അതിലെ ട്രാൻസ് സ്ത്രീകളെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്കൊരു പേടിയാണ്, ഇവരുടെ ഒരു സാമ്രാജ്യത്വം അതീശത്വം ഒക്കെ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളൊരു പേടി അവർക്ക് എപ്പോഴും ഉണ്ട്. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇപ്പോൾ പുരുഷന്മാർ കുറച്ചും കൂടെ നമ്മൾ സിനിമയ്ക്ക് അപ്പുറമാക്കി കഴിഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം സ്ത്രീകൾ ഏറ്റെടുത്ത് സ്ത്രീകളിപ്പോൾ ഒരു ഡബിൾ ഉത്തരവാദിത്തമാണ് വീടിന് ഉള്ളിലുള്ളതും പുറത്തൊക്കെ എടുക്കേണ്ടത്. ഇപ്പോൾ പിന്നെ സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഡയറക്ഷൻ സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ അതും പുരുഷന്മാരെക്കാളും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് സ്ത്രീകൾക്ക് ചെയ്യാൻ അതെ അതെ അതെ. സ്ത്രീകൾക്ക് ഇപ്പോൾ ശോഭനയുടെ സെറ്റിലാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഇൻഹിബിഷൻസ് ഇല്ല, നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാം. ഇപ്പോൾ ശോഭനയോട് നമുക്ക് അഭിപ്രായങ്ങൾ തുറന്നു പറയാം. അങ്ങനത്തെ ഒരു ഫ്രീഡം റൂമിൽ വരുമോന്ന് ചോദിക്കാൻ ആളില്ല. ഇല്ല, നമുക്ക് അത്രയും വിഷമം. ഈ സിനിമയിൽ ഇപ്പം ലോകത്തേക്ക് നോക്കി കഴിഞ്ഞാൽ സ്ത്രീകൾ പുകവലിക്കുന്നതോ അല്ലെ ഒരു പരിധി വിട്ട് ഇപ്പോൾ ഡൽഹിയിലേക്ക് പോയാലോ അല്ലെ ഉത്തരേന്ത്യയിലേക്ക് പോയാലോ മദ്യപിക്കുന്ന ഒന്നും ഒരു പുതുമയുള്ള കാര്യമല്ല. ഇവിടെയും ഇപ്പോൾ ആ രീതിയിലുള്ള ഒരുപാടുണ്ട്. പക്ഷേ ഈ സിനിമയിൽ വളരെ ധീരമായിട്ട് അതെല്ലാം കാണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പുകവലിക്കുന്നു അല്ലെങ്കിൽ കുടിക്കുന്നു അതൊരു ഇഷ്യൂ അക്കാലത്തെ നോർമലൈസ് ചെയ്തിട്ടുണ്ട്. ഈവൻ എല്ലാ കാര്യങ്ങളും നോർമൽ എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ട്രാൻസ് ആയിട്ടുള്ള പ്രോസ പറയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ട്രാൻസിനെ കാണിക്കുമ്പോൾ അത് എന്തോ ഒരു ഡിഫറൻ്റ് ആയിട്ട്, ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല, നമ്മളിൽ ഒരാൾ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആക്ച്വലി അത് അങ്ങനെയാണ്. റോസ സിനിമയിലെ ക്യാരക്ടർ മാത്രമല്ല, ഞങ്ങളുടെ ഒരു സൗഹൃദ സംഘത്തിലെ ഒരു ആളാണ്. അങ്ങനെ ആയതുകൊണ്ട് അതേ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതൊരു ആ ഫ്രണ്ട് സർക്കിള് നമ്മുടെ സിനിമയിൽ തുടക്കത്തിൽ തന്നെ വരുമ്പോൾ അതിൽ റോസയാണ് എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരാൾ. നടുവിൽ റോസയാണ്, റോസയ്ക്ക് വേണ്ടി ചുറ്റുമാണ് ബാക്കി എല്ലാവരും നിൽക്കുന്ന രീതിയിലുള്ള. പക്ഷേ ഈ സിനിമയിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ അവസാനം ജാനകി അവതരിപ്പിച്ച കഥാപാത്രം തന്നെ അവസാനം കുടുംബം എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഇതെല്ലാം പറയുമ്പോഴും സ്ത്രീകൾ വഴുതി വീഴേണ്ടി വരുന്നില്ലേ? അത് എനിക്ക് തോന്നിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ അപ്പർ കാസ്റ്റ് സ്ത്രീകളെല്ലാം അതിൻ്റെ ഒരു കാസ്റ്റ് ക്ലാസ് വ്യത്യാസമുണ്ട്. അവരെല്ലാം വളരെ റെബൽ ചെയ്യും,
റബൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അവർ ഭയങ്കര കൺവെൻഷനലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് അവർക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ ആകും. അല്ലെങ്കിൽ കൺഫ്യൂഷൻ എന്ത് തന്നെ അവരുടെ പ്രിവിലേജ് ഉപേക്ഷിക്കണോ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ളൊരു ധൈര്യം ഉണ്ടല്ലോ, അതെല്ലായ്പ്പോഴും ഈ അപ്പർ കാസ്റ്റ് സ്ത്രീകൾ കാണിച്ചിട്ടില്ല. അതെനിക്ക് ജീവിതത്തിലും ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അതേസമയം തന്നെ ഈ അണ്ടർ പ്രിവിലേജഡ് ആയിട്ടുള്ള ദളിത് ട്രാൻസ് വ്യക്തികൾക്ക് അവർക്ക് അത് ഈ സമരം ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അതെ അതെ അതെ. ഇപ്പം ഈ സിനിമയിൽ നമ്മൾ വേറൊരു ഫാമിലി സെറ്റപ്പ്, ഇപ്പം നമ്മൾ ഈ പറയണ പോലെ നമ്മുടെ സൊസൈറ്റി എന്തെങ്കിലും അംഗീകരിക്കുമോ എന്നുള്ളതിന് ഒരു മറുപടിയായിട്ട് ക്ലൈമാക്സിൽ പുതിയൊരു ഫാമിലി എന്നുള്ളൊരു സങ്കല്പം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് സ്ത്രീകളും അല്ലെങ്കിൽ സെക്ഷലി അബ്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം അവർ അച്ചീവ് ചെയ്യും. റോസയുടെ ക്യാരക്ടറാണ് അവസാനം അവരുടെ ഒരു ആദർശത്തിന് വേണ്ടി നിന്ന് അത് സാധിച്ചെടുക്കുകയും. ഇപ്പം പ്രണയ നൈരാശ്യം, ബുദ്ധിജീവികളോട് ലൈംഗിക ആഭിമുഖ്യം, ഇങ്ങനെയുള്ള ഈ സ്ത്രീയുടെ അന്തർവിചാരങ്ങൾ പലതും ഇതിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ പ്രേമത്തിൽ നിരാശപ്പെടുന്ന സ്ത്രീകളുടെ കാലം തന്നെയാണോ ഇപ്പോഴും? പ്രേമം ജീവിതത്തിലെ വലിയ കാര്യമാണ് എല്ലാ കാലത്തും. എനിക്കോ? അല്ല, പൊതുവെ ഉണ്ട്. പ്രേമം ആത്മാർത്ഥമായ പ്രേമമുണ്ട്. എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴങ്ങനെ ആത്മാർത്ഥത പരാജയപ്പെട്ടു പോയി. പരാജയപ്പെട്ടു. ഞങ്ങൾ ഒരു 2-2.5 വർഷം ഭയങ്കര തിക്കായിട്ടുള്ള ഒരു പ്രേമം എനിക്കുണ്ടായിരുന്നു. എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത. പക്ഷെ നല്ല രസമാണ് പ്രേമിക്കുമ്പോൾ. നമുക്ക് കുറേ ഈ ഹോർമോൺസൊക്കെ ഇങ്ങനെ ആക്റ്റീവായിട്ട് നമുക്ക് ഭയങ്കര ക്രിയേറ്റീവായിരിക്കും, നമ്മൾ ഓണായിരിക്കും. ലൈംഗിക തൃഷ്ണകൾ അത് അടക്കി വെക്കാനുള്ളതല്ല എന്നുള്ളൊരിതും അത് അടക്കി ആരും വെക്കുന്നില്ലല്ലോ. അത് അല്ല, അത് അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് പറയണതാണ് സിനിമയിൽ വരണത്. അപ്പോൾ ആ തരത്തിൽ പലതരത്തിലുള്ള ആളുകളായിട്ടുള്ള ബന്ധങ്ങളിൽ പെടുമ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ള രീതിയിൽ നമ്മുടെ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാവും. അത് ആ ഒരു പ്രശ്നങ്ങൾ ഡിപ്രഷനും ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഉള്ള ഈ സിനിമയുടെ ഒരു ഏറ്റവും വലിയൊരു ഗുണം അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയൊരു കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഒരേ സിനിമയിൽ കൊണ്ടുവരികയും അതെല്ലാം വളരെ സ്ട്രോങ് ആക്കി മൾട്ടി ലേയേഴ്സ് ഉണ്ട് ഓരോ ക്യാരക്ടറിൻ്റെയും. ഓരോരുത്തരുടെ കഥകൾക്ക് അപ്പുറത്തുള്ള ഫണ്ണുണ്ട്, ഭയങ്കര വിഷമകരമായിട്ടുള്ള ഉണ്ട് തമാശയായിട്ടുള്ള രീതിയിൽ സ്വപ്നലോകത്തെ താഴ്വാരങ്ങളും പൂക്കളും മനസ്സിൽ കൊണ്ട് കിടക്കുന്ന സങ്കല്പങ്ങളുണ്ട്. അല്ലേ, മൊത്തത്തിൽ തിരുവനന്തപുരം ആണെങ്കിൽ പോലും പല രീതിയിൽ തിരുവനന്തപുരം നഗരത്തിന്റെ വളരെ ആരും കാണാത്ത ഭംഗിയുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ ഏതൊരു നഗരത്തിനും ഒരു പ്രതിബിംബവും ഉണ്ട് ഇതിൽ. ഏതൊരു നഗരത്തിനും നടക്കാവുന്ന കഥകളുണ്ട്. ഇപ്പൊ ഇനിയൊരു സിനിമ എടുക്കാനുള്ള ധൈര്യമായി അല്ലേ? പിന്നെ ധൈര്യമുണ്ട്. ഒരുപാട് കഥകൾ മനസ്സിലുണ്ടോ? ഉണ്ട്. ശോഭന പടിഞ്ഞാറ്റിൽ നിന്നുള്ള ഒരു സംവിധായക ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നു. താങ്ക് യു. പ്രത്യേകിച്ചും IFFKയുടെ ഓരോ എഡിഷനിലും ഒരു ഡെലിഗേറ്റ് ആയിട്ടാണ് ഇതിനു മുമ്പെല്ലാം വന്നിരുന്നത്. ഇത്തവണ സിനിമയുമായി വരികയാണ്. എന്ത് തോന്നുന്നു? എൻ്റെ ഞാനിത് ഒട്ടും അങ്ങനെ പ്രതീക്ഷിക്കില്ല എന്ന് പറയില്ല. എല്ലാ പ്രാവശ്യവും ആഗ്രഹമാണ് അടുത്ത കൊല്ലെങ്കിലും ഒരു സിനിമ കൊണ്ടുവരണം എന്ന് 2-3 വർഷങ്ങളായിട്ട് ഞാൻ ആലോചിക്കുന്നതാണ്. പലതരം കഥകൾ ഞാൻ KSFDCയുടെ ഇതിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഓരോ പ്രാവശ്യവും നമ്മൾ ഭയങ്കര ഡിപ്രഷനിലാവും. നമ്മൾ ഇത്രയും നല്ല രീതിയിലുള്ളൊരു കഥ കൊടുത്ത് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് കൊടുത്ത് സിനിമ ചെയ്യാമെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. പക്ഷെ അത് നടന്നില്ലല്ലോ എന്നുള്ള രീതിയിലാവും. അതെ അതെ. ഇപ്പോൾ ഈ റോസയുടെ ഒരു ചോദ്യം, ഈ ജോലിക്ക് വേണ്ടിയുള്ള ശ്രമം എവിടെ വരെ എത്തി? ഞാൻ കുറേ നാളായിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പല സ്ഥലങ്ങളിലും അവർക്ക് മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ആപ്ലിക്കേഷൻസ് മാത്രമേ സ്വീകരിക്കുള്ളൂ. ഞാൻ പർപ്പസ്ഫുള്ളി എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഞാൻ ഫീമെയിലാക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പർപ്പസ്ഫുള്ളി എൻ്റെ CV-യിൽ ഞാൻ ട്രാൻസ്ജെൻഡർ എന്നാണ് കൊടുത്തേക്കുന്നത്. കാരണം ഇവരെങ്ങനെ എന്നെ അപ്രോച്ച് ചെയ്യണമെന്ന് അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ആപ്ലിക്കേഷൻസ് എല്ലാം പല സ്ഥലങ്ങളിലും റിജക്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന ജോലി എനിക്ക് കിട്ടുന്നില്ല. ഞാനിപ്പോൾ ഒരു ഹെൽത്ത് കെയറിൻ്റെ ഒരു കോഴ്സ് കഴിഞ്ഞു. അപ്പോൾ അത് റിലേറ്റ് ചെയ്തൊരു ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ പല സ്ഥലങ്ങളിലും ഇങ്ങനെ കൊടുത്തു. ഇപ്പോൾ DWMS എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്, നോളജ് മിഷൻ്റെ. അപ്പോൾ അവിടേക്ക് അവരുടെ ഓഫീസിലൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. മന്ത്രിമാരുടെ ഓഫീസുകളിൽ നിവേദനം കൊടുത്തു ജോലിയുടെ ഇതിന്. ഇല്ല, എനിക്കൊരു റെസ്പോണ്ട് അവിടെ നിന്നൊന്നും കിട്ടിയിട്ടില്ല. ട്രാൻസ്ജെൻഡേഴ്സിന് പ്രാതിനിധ്യം കൊടുക്കണം എന്നുള്ളൊരു നയം ഉണ്ടാക്കിയിട്ടും അതനുസരിച്ച് നടപ്പിലാവുന്നില്ല. അത് ഈ നമ്മളൊരു സാധാ ജോലി എന്ന ഒരു കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ ആർട്ടിലാണെങ്കിലും
സിനിമ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ശോഭനയൊക്കെ കാണിച്ച ധൈര്യമൊന്നും പല ആൾക്കാരും കാണിക്കില്ല. ഇപ്പോൾ ഒരു കൊമേഴ്സ്യൽ ഫിലിമിൽ അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഫിലിമാണ് എനിക്ക് ഹോപ്പ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളൊരു മേഖല എന്ന് പറയുന്നത്. അവിടെ നമുക്കാണെങ്കിൽ ഒരു ഇതുപോലെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ട് നല്ല അവസരങ്ങൾ വരുന്നുണ്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ അവസരങ്ങൾ നമ്മൾ വേണം. അത് ഡയറക്ടേഴ്സാണ് വിചാരിക്കേണ്ടത്. കാരണം അവർ ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഇങ്ങനെ ട്രാൻസ്ജെൻഡേഴ്സും സമൂഹത്തിലുണ്ട്, അവർക്കും കുറേ സ്റ്റോറീസ് പറയാനുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ അവരാണ് വിചാരിക്കേണ്ടത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റും ട്രാൻസിന് അവാർഡ് കൊടുക്കണം. അതെ. ഒരു ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ആൾക്ക് ഒരു സിസ്സായിട്ടും മരമായിട്ടും ഏലിയനായിട്ടും ഒക്കെ അഭിനയിക്കാനുള്ള, ഗോസ്റ്റായിട്ടൊക്കെ അഭിനയിക്കാനുള്ള സാധ്യതകളുണ്ടാവണം. പിന്നെ ഈ കഴിഞ്ഞ 2 തവണയായിട്ട് 3 വർഷമായിട്ട് നമുക്ക് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് അവാർഡ് കൊടുക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് തവണ നെഹ എന്ന് പറഞ്ഞിട്ടൊരു ട്രാൻസിന് കൊടുത്തു. അതും തമിഴ്നാട്ടിലുള്ളൊരു ട്രാൻസിനാണ് അവാർഡ് കൊടുത്തത്, അവർ ആക്ടറായിട്ട്. അതിനുശേഷം 2 അവാർഡും അവർ ഈ ട്രാൻസ്ജെൻഡറിൻ്റെ അവിടെ ഒരു സ്ലാഷ് കൊടുത്തിട്ട് ഫീമെയിൽ എന്നും കൂടെ ചേർത്തിട്ട് ഇപ്പോൾ 2 സിസ് സ്ത്രീകൾക്കാണ് കൊടുത്തേക്കുന്നത് അവാർഡ്. ഇവർ ഇങ്ങനെ പുറത്തിങ്ങനെ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നു, ചേർത്ത് പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ലിബറലിസം കാണിക്കുകയും ചെയ്യും. ഇപ്പോൾ പോലീസ് സേനയിൽ ഫോഴ്സിൽ ഇവർ ആളെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വലിയ വാർത്തയാക്കി BBC-യും ഈ വാഷിങ്ടൺ പോസ്റ്റൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ റിയാലിറ്റിയിൽ വരുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. ഇപ്പോൾ റിസർവേഷൻ്റെ കാര്യം കോടതി 6 മാസത്തിനുള്ളിൽ സ്റ്റേറ്റിനോട് റിപ്ലൈ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ് എല്ലാം കൂടെ പരാതി കൊടുത്തിട്ട് ഒരു കേസ് വിധി വന്നേക്കാണ്. ഇനി 6 മാസത്തിനുള്ളിൽ ഇവർ എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കി കാണണം. ഈ റോസ സർജറി ചെയ്തില്ലല്ലേ? ഇല്ല, ഞാൻ സർജറിയുടെ കാര്യമൊന്നും ആലോചിക്കുന്നില്ല. കാരണം ഇപ്പോൾ അതും എനിക്ക് പറയാനുള്ളത്, ഈ ട്രാൻസിൻ്റെ പൊളിറ്റിക്സ് ഇവർ പറഞ്ഞു വെക്കുന്നത് ട്രാൻസിന് ഏറ്റവും നീഡഡ് ആയിട്ടുള്ള കാര്യം ഈ സർജറി ചെയ്യുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. അതല്ല, ട്രാൻസിൻ്റെ സംബന്ധിച്ച് ഒരു ട്രാൻസ് വ്യക്തി, ഇപ്പോൾ ശോഭനയുടെ സിനിമയിലെ ഏറ്റവും വലിയൊരു കാര്യം അതാണ്. ഒരു സിസ് വിമനും ട്രാൻസും ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് അതിൽ കാണിക്കുന്നുണ്ട്. അത് വളരെ നമ്മുടെ സൊസൈറ്റിയിൽ ഭയങ്കര ന്യൂ ആയിട്ടുള്ളൊരു കാര്യമാണ്. സിനിമയിൽ സർജറി ചെയ്തൊരു വജൈനയുടെ വിഷ്വൽ കാണിക്കുന്നു. വജൈന ഈസ് നോട്ട് ഫോർ സെക്സ് എന്ന് പറയുന്നത്. അതായത് വജൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വജൈന അത് ബ്രസ്റ്റ്, അത് ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് പാല് കൊടുക്കുന്നത്, മുലപ്പാൽ കൊടുക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ അത് മുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും ഒരു ലൈംഗിക അവയവമല്ല. പക്ഷേ നമ്മൾ എപ്പോഴും കാണുന്നത് ഈ അവയവങ്ങളെല്ലാം ലൈംഗികമാണ്, സ്ത്രീ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ സിനിമയിൽ എനിക്ക് ഇത്തരത്തിലുള്ള വിഷ്വൽ കാണിക്കാൻ പറ്റിയത് ട്രാൻസ് ആയിട്ടുള്ള റോസ് ഉള്ളത് കാരണം കൊണ്ടാണ്. അപ്പോൾ ഈ വജൈന എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സർജറി, നമുക്ക് അസുഖം വരുന്നു, അത് ആയിരുന്നു. അപ്പോൾ എല്ലായ്പ്പോഴും ആ വിഷ്വൽ കാണുമ്പോൾ അതെന്തോ സെക്ഷോ ആയിട്ടുള്ളൊരു അവയവം അല്ലാത്ത രീതിയിൽ ഞാനത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ധീരമായിട്ടുള്ള രീതിയിലുള്ള ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത്. അതെ. അതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫോട്ടോയാണ്. അത് പുള്ളിക്കാരി ഡാലസിലാണ് താമസിക്കുന്നത്. അവർ 64-ാമത്തെ വയസ്സിലാണ് സർജറി ചെയ്യുന്നത്. അതുകൊണ്ടാണ് കാരണം അതാണ് ഞാൻ പറയുന്നത്, ഇവർ മുന്നോട്ട് വയ്ക്കുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഈ മീഡിയയിൽ കാണിക്കുന്നതാണെങ്കിലും എത്ര സർജറി ചെയ്തു, നിങ്ങളുടെ സർജറി എങ്ങനെയായിരുന്നു, എവിടെയായിരുന്നു, എത്ര രൂപ, ബോസ്റ്റ് സർജറീസ് ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇതിന് ഡേറ്റ ഇല്ല, ഗവൺമെൻറ് ഇതിനെക്കുറിച്ച് ഒന്നും കെയർ ചെയ്യുന്നില്ല. ഇതിന് മര്യാദയ്ക്കാണ് ഈ സർജറീസ് പ്രാക്ടീസ് ചെയ്യുന്നത്, ഇതിന് ശേഷം അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു സർജറി ഒരാൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് നല്ലൊരു ജോലി ഇല്ലെങ്കിൽ പിന്നെ ലൈഫ് ലോങ് സ്ട്രഗിൾ ചെയ്യും. കാരണം ഇവർക്ക് പല രീതിയിലുള്ള ഇൻഫെക്ഷൻ ഞാൻ നേരിട്ട് കണ്ടതാണ്. പല ആൾക്കാരുടെ ഒരാൾ പിന്ന് കുത്തിയിട്ടാണ് മൂത്രം ഒഴിക്കുന്നത്. അങ്ങനത്തെ വളരെ വൾണറബിൾ ആയിട്ടുള്ള അവസ്ഥയിലാണ് പല ആൾക്കാരും പോകുന്നത്. അത് മാത്രമല്ല, വേറൊരു കാര്യം, ഇപ്പോൾ ഈ സർജറി അല്ലാതെ നോർമലി ട്രാൻസിൻ്റെ ജീവിക്കുന്നതിന് വേണ്ടി ഒരുപാട് എക്സ്പെൻസ് ഉണ്ട്. കാരണം ഇവർ ഹോർമോൺ എടുക്കുന്നുണ്ടല്ലോ. ഞാൻ എടുക്കുന്നുണ്ട് ഹോർമോൺ ഇഞ്ചക്ഷൻ. അപ്പോൾ എനിക്ക് ഹോർമോൺസിന് തന്നെ ഒരു മാസം എനിക്ക് 1300 രൂപ ഹോർമോൺസ് മാത്രം. പ്രൊജിനോവ എന്ന് പറഞ്ഞിട്ടൊരു ടാബ്ലറ്റ് ഞാൻ കഴിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ആൽഡാക്ടോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ആൻഡ്രോജൻ ബ്ലോക്കേഴ്സ് ഉണ്ട്, അതും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് 3 മാസം കൂടുമ്പോൾ എടുക്കുന്ന ഒരു ഇഞ്ചക്ഷൻ ഉണ്ടായിരിക്കും, അത് ലൂപ്രഡോക്സ് എന്ന് പറയും, ലൂപ്രൈഡ്. അത് ഈ ടെസ്റ്റോസ്റ്റെറോൺ ബ്ലോക്കേഴ്സാണ്. അപ്പോൾ ഞാൻ എപ്പോഴും എടുക്കില്ല, അത് ഒരു 1 ഇയർ കണ്ടിന്യൂസ് എടുത്തിട്ട് ഞാനൊരു 6 മന്ത് ബ്രേക്ക് കൊടുക്കും. കാരണം ഞാൻ 2 ഫേസും എൻജോയ് ചെയ്യുന്ന ആളാണ്. എൻ്റെ ശരീരത്തിലുള്ള 2 ഫേസ്, ഇപ്പോൾ ശോഭനയൊക്കെ അത് പറയാറുണ്ട്. അപ്പോൾ എനിക്കത് എനിക്ക് ആ ശരീരത്തിലെ ആ ചേഞ്ചസ് എനിക്കത് ഫീൽ ചെയ്യും. പുറത്തുള്ള ആൾക്കാർക്ക് എപ്പോഴും കാണുമ്പോൾ തോന്നും, പക്ഷെ എൻ്റെ സ്കിന്നിൻ്റെ ഗ്ലോ, പിന്നെ എൻ്റെ ശരീരത്തിൽ സംഭവിക്കുന്ന ഹോർമോൺ ചേഞ്ചസ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാനത് ആസ്വദിക്കുന്ന ആളാണ്. അപ്പോൾ ഞാനൊരു 1 ഇയർ കണ്ടിന്യൂസ് എടുക്കും, പിന്നെ ഒരു ബ്രേക്ക് കൊടുക്കും,
പിന്നെ ഞാൻ കണ്ടിന്യൂസ് എടുക്കും. അങ്ങനെ എന്തായാലും you are enjoying your life. യെസ്, അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ലൈഫിൽ ഫുള്ളസ്റ്റ്. എന്തായാലും ഈ സിനിമ ഗേൾ ഫ്രണ്ട്സ് മലയാള സിനിമയിലെ ഒരു വഴിത്തിരിവാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ഞാൻ കണ്ടതിൽ നിന്ന് പറയുകയാണ്, അതൊരു ടേണിംഗ് പോയിന്റ് ആണ്. ധീരമായ പരീക്ഷണം മാത്രമല്ല, ഒരു മലയാള സിനിമയുടെ ഇതുവരെയുള്ള ഒരു പതിവ് സങ്കല്പത്തെ പൊളിച്ചടുക്കി പുതിയൊരു ചലച്ചിത്ര സങ്കല്പം അല്ലെ ചലച്ചിത്ര വിശ്വാസം മുന്നോട്ട് വയ്ക്കുകയാണ്. ഇതൊരു വൻ വിജയമാകട്ടെ, പ്രേക്ഷകർ എല്ലാ രീതിയിലും സ്വീകരിക്കട്ടെ. താങ്ക് യു.